ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ബ്രഹ്മചര്യം എന്നതിന് നമുക്ക് വ്യവഹരിക്കുന്നത് എവിടെയാണോ അവിടെ അതിന് അർത്ഥം മാറി മാറി വരുമെന്ന് വിചാരിക്കണം. ആദ്യം ഒരു സ്ഥലത്ത് പ്രയോഗിക്കുന്ന അർത്ഥം തന്നെ ആയിരിക്കണമെന്നില്ല വേറൊരു സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ ഈ പദത്തിൽ ആദ്യം നമുക്ക് ഒറ്റ വാക്കിലുള്ള കേൾക്കുമ്പോഴുള്ള അർത്ഥം ബ്രഹ്മത്തിൽ ചരിക്കുക എന്നാണ്. എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞാലല്ലേ ബ്രഹ്മത്തിൽ എങ്ങനെയാണ് ചരിക്കാൻ പറ്റാന്നറിയാൻ പറ്റുള്ളൂ. ബ്രഹ്മം എന്താണെന്നറിയണം. ബ്രഹ്മം എന്താണെന്നൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരമായിട്ട് വേദം പറയുക അയം ആത്മാ ബ്രഹ്മ എന്നാണ്. കേട്ടിട്ടുണ്ടോ ഇത്? അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവാണ് ബ്രഹ്മമെന്ന്. അയം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മ, ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ആത്മാവാണ് ബ്രഹ്മം എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു പ്രശ്നമായി, ആത്മാവ് എന്താന്ന് വിചാരിക്കേണ്ടി വരില്ലേ? അത് ആത്മാവാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു, ആത്മാവ് എന്താണെന്ന് അറിഞ്ഞാൽ ഇനി ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പ്രശ്നമായി നമുക്ക്. അപ്പോഴാണ് നമ്മൾ പിന്നെയും ചോദിച്ച് ചെല്ലുമ്പോൾ പറയാണ് തത്വമസി, തത്വമസി, തത് ത്വം അസി. അത് പറഞ്ഞു തരുന്ന ആള് പറയാണ് എടാ അത് നീ തന്നെ ആകുന്നു എന്ന്. അപ്പോൾ അയാൾ സ്വയം മനസ്സിലാക്കാണ്ട് ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ എന്ന് പറയണ എന്ത് ഘടകമാണെന്ന് അന്വേഷിച്ച് പോവാണ്. ഞാൻ നിങ്ങളെ ചൂണ്ടിയിട്ട് നീ തന്നെ ആകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്നറിയുന്ന സാധനത്തിനാണ് നീ എന്ന് പറഞ്ഞ് ചൂണ്ടാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ എന്ന് പറയുന്ന സാധനം എന്തെന്നാണോ അതിനെയാണ് ആത്മാവ് എന്ന് വിളിച്ചതെന്ന് വരും. മനസ്സിലാവുണ്ടോ? എല്ലാവരെയും നേരെ ചൂണ്ടിയിട്ട് തതത്വം അസി, അത് നീ ആകുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടുന്നത് എന്തിലേക്കാണോ, ചൂണ്ട് കൊള്ളുന്നത് ആ കൊള്ളപ്പെടുന്ന വ്യക്തിയിൽ ഞാൻ ആണല്ലോ. ഞാൻ തന്നെയാണ് എന്ന് വരും. ഞാൻ നിങ്ങളോട് ചൂണ്ടാണ് നീ ആത്മാവാണെന്ന് പറയുമ്പോൾ എന്റെ ചൂണ്ടൽ വന്ന് കൊള്ളുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്കാണ്, നിങ്ങളുടെ അഹന്തയിലേക്കാണ് അല്ലേ? അഹന്ത, അഹം എന്ന ത, ഞാൻ എന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് ചെന്ന് കൊള്ളുമ്പോൾ ഞാനൊന്ന് പെടഞ്ഞ് മനസ്സിലാക്കും അഹം ബ്രഹ്മാസ്മി എന്ന്. അതാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അഹം ബ്രഹ്മാസ്മി. അത് ഇനിയും ഇതെന്തോ എന്ന് പിന്നെയും ചോദ്യം വന്നാൽ അത് പ്രപഞ്ചത്തിലിങ്ങനെ മാറ്റൊലിക്കൊള്ളും. പ്രജ്ഞാനം ബ്രഹ്മ, പ്രകർഷേണ ഉണ്ടാവുന്ന ജ്ഞാനമാണ് ബ്രഹ്മം എന്നർത്ഥം. എന്താ പ്രകർഷേണ ജ്ഞാനം ഉണ്ടാവുക എന്ന് ചോദിച്ചു പോയാൽ പ്രകർഷേണ എന്നുള്ളതിന് അബ്സല്യൂട്ട് എന്നർത്ഥമുള്ളൂ. അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ഈസ് ബ്രഹ്മ. എന്ത് വന്നു? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്, അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിൽ തന്നെ നിൽക്കുക എന്നതാണ് ബ്രഹ്മചര്യം. നമ്മൾ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുക, ഞാൻ എന്താണെന്ന് അറിഞ്ഞ്, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഘടകമാണെന്നറിഞ്ഞ്, ഞാൻ തന്നെയാണ് ആത്മാവെന്നറിഞ്ഞ്, ഞാൻ തന്നെയാണ് ബ്രഹ്മമെന്നറിഞ്ഞ് ഞാനിരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മചര്യം. അതിവിടെ ആർക്കുണ്ട്? ഈ ബ്രഹ്മചര്യത്തിന് സഹായിക്കുന്ന, അതായത് ബ്രഹ്മചര്യത്തിൽ ഈ കോൺഷ്യസ്നെസ്സിന് മിസ്സിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക വിവാഹം കഴിക്കാതെയും മറ്റ് സ്ത്രീകളുമായിട്ടുള്ള സെക്സ് കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ അങ്ങനെയാണെന്ന് വന്നാൽ ആ ആളുകളോടുകൂടി മുഴുവൻ മാനവകുലം ഇല്ലാണ്ടായി പോയില്ലേ? അതായത് ഇപ്പോൾ ബ്രഹ്മചര്യം കൊണ്ട് മാത്രം വരുന്ന എല്ലാവരും ബ്രഹ്മത്തിനെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാനവകുലം ഇല്ലാണ്ടായി പോയില്ലേ? മനുഷ്യരില്ലാണ്ടായി പോയില്ലേ? സെക്സ് ഇല്ലാണ്ടായി പോയില്ലേ? സെക്സ് നിഷേധകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കരുത്. സെക്സ് ഈശ്വരീയമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. അതും ഭഗവത് വിഭൂതി അല്ലെങ്കിൽ ഈശ്വരീയമായ സംഗതിയോ തന്നെയാണ് ഭാരതീയരെ സംബന്ധിച്ചത്. സാധാരണ നിലയ്ക്ക് പറഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉദ്ധാപനം നടക്കുന്നതാണ് ഒരാളുടെ സാമർഥ്യം. അയാൾക്ക് സെക്സിലൂടെയും അത് ആ കുണ്ടലിനി ശക്തി ഉദ്ധാപനം ലഭിക്കും. ഒരു മിനിമം കാര്യം ചോദിക്കട്ടെ, എന്തിനാ ആളുകൾ ഈ ശക്തി നഷ്ടപ്പെടുത്തി സെക്സ് ചെയ്യണത്? അയാൾക്ക് വീര്യം നഷ്ടപ്പെടും എന്നാണ് പറയുക. അതുകൊണ്ടാണ് സെക്സ് വർജ്യമാക്കി വച്ചേക്കുന്നത്. ഇയാളുടെ വീര്യശക്തി, അയാൾ ഇത്രയും കാലം രക്തം ശേഖരിച്ച് ശുക്ലമാക്കി വച്ചിരുന്നത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീകൂപ്പ് ചെയ്ത് വരാൻ കുറേ സമയം എടുക്കും എന്നുള്ള ഒരു ന്യൂനതയുള്ളത് കൊണ്ടാണ് പറഞ്ഞത് സെക്സ് ചെയ്യരുതെന്ന് വിചാരിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും കാലം ശേഖരിച്ചു വെച്ച സോമം എത്രയോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് യജനം ചെയ്തപ്പോഴത്തേക്കും നമുക്കതിൽ നിന്ന് സോമയാഗം ഉണ്ടായില്ലേ? അമ്മാതിരി നമ്മൾ ശേഖരിച്ചു വെച്ച ശുക്ലത്തിനെ നമ്മൾ
ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയോ സന്താനം ഉണ്ടാവാനോ അല്ലാതെയോ ആട്ടെ, ശുക്ലത്തിൽ സ്രവിച്ചു വരുന്ന സമയത്ത് ഒരു ആനന്ദം ഉണ്ടാവുന്നു ഇഷ്ടമാത്ര സമയത്തേക്ക് ഒരു ആനന്ദം ഉണ്ടാവുണ്ടല്ലോ. ഈ ആനന്ദം കിട്ടാൻ വേണ്ടിയാണല്ലോ എല്ലാവരും അതിന്റെ പുറകെ പോണത്, ഇത്രയും നഷ്ടപ്പെടുത്തുന്നത്. ആ ആനന്ദം ആരാണെന്നറിയോ? അതാണ് ബ്രഹ്മം. പിന്നെ എങ്ങനെ ബ്രഹ്മചര്യം, സ്ത്രീ പുരുഷ സംഗമം ബ്രഹ്മചര്യം അല്ലാതാവും? ഞാൻ വിശദമാക്കാം. ആനന്ദം തന്നെ ആണ് ബ്രഹ്മം എന്ന് ഞാൻ പറഞ്ഞു. അതിനെ നിങ്ങൾ കേട്ട് പരിചയമുള്ളൊരു പദം കൊണ്ട് ഞാൻ വിശദമാക്കാം. സച്ചിദാനന്ദം എന്ന് കേട്ടിട്ടുണ്ടോ? യാതൊന്നാണോ സത്ത് അതാണ് ഉള്ളത്. ഉള്ളതെന്താണോ അതാണ് ബ്രഹ്മം. ബ്രഹ്മം മാത്രമേ സത്യമായുള്ളൂ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബ്രഹ്മ സത്യം എന്ന് പറഞ്ഞാൽ സത്ത് അതെന്നർത്ഥമായില്ലേ? അപ്പൊ അതാണ് സത്ത്. അതിനെ ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞ ആളെ ഒന്നും കൂടി പറയാണ്, അത് തന്നെ ചിത്തം. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ബോധം എന്നാണ് അർത്ഥം. ചിത്തം, ബോധം. ഇപ്പൊ എന്താ, രണ്ട് സാധനം നമുക്ക് കമ്പൈൻ ചെയ്ത് കിട്ടി. സത്ത് എന്ന് പറഞ്ഞ സാധനം എന്തെന്നാണോ അത് തന്നെയാണത്രേ ചിത്തും. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലായപ്പോൾ ഒന്നും കൂടി പറയാണ്, അത് തന്നെയാണ് ആനന്ദം. സത്ത് ചിത്ത് ആനന്ദം കമ്പൈൻ ചെയ്ത സച്ചിദാനന്ദമായി. അത് ഒന്നും കൂടി പരാന്ന് വന്നപ്പോ പറഞ്ഞു സച്ചിദാനന്ദ പരബ്രഹ്മം. എവിടെ ഇരിക്കണു? ബ്രഹ്മമാണോ ആനന്ദം? ആനന്ദം സെക്സിൽ കൂടെ ഉണ്ടാവുമെങ്കിൽ എന്തിനാ എന്നെ നിരാകരിക്കണം? അതായത് ഇപ്പൊ വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിക്കും അത് ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നാണ്. അത് പറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ ഹോമിക്കുന്ന ഒരു പദ്ധതിയാക്കിക്കൊണ്ട് എനിക്ക് ശക്തി സന്തുലനം വരുത്താൻ വേണ്ടിയിട്ടോ ശക്തി ഉത്കർഷം എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ശക്തി സമ്പർദ്ദക ക്രിയയായിട്ടോ സെക്സ് അനുഷ്ഠിക്കാം. എങ്കിൽ നിങ്ങൾ അമിത വ്യയം ചെയ്യുന്നില്ലാത്ത പക്ഷം ആ സെക്സ് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമായിരിക്കെ അതും ഒരു ബ്രഹ്മചര്യം തന്നെ എന്ന് ശാസ്ത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളും ഭാര്യയും തമ്മിൽ യോജിക്കുന്നത് വഴിവിട്ട ലൈംഗികതയല്ല, അത് ബ്രഹ്മചര്യം തന്നെ. നിങ്ങൾ മനസ്സുകൊണ്ട് പോലും വേറൊരു സ്ത്രീയെ കാമിക്കുന്നില്ലാത്ത പക്ഷം നിങ്ങൾ ബ്രഹ്മചര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഏകപത്നി വ്രതക്കാരനായ ശ്രീരാമൻ ബ്രഹ്മചര്യത്തിലായിരുന്നു. ഇവിടെ അതാണോ തെറ്റിയത്? പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു ഇനിയും ഒരു വാക്ക് വിദ്യാർത്ഥി എന്ന് അർത്ഥമുള്ളൂ. പിന്നെ ഒരു സ്ഥലത്ത് ബ്രഹ്മചര്യം എന്ന് വ്യവഹരിച്ച് കേട്ടാൽ അതിന് വിദ്യാർത്ഥി എന്ന് അർത്ഥം വരാൻ പാടുള്ളൂ. ഇനിയും എവിടെയാ സംശയം? ഇത് വിവാഹം കഴിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലുമായിട്ട് ബന്ധമുള്ള ഏർപ്പാടല്ല ഈ ബ്രഹ്മചര്യ പാലനം. ബ്രഹ്മചര്യ പാലനം എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊന്നൊരു രൂപരേഖ ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും കൂടി വിശദമാക്കിയാൽ, വളരെയേറെ കഷ്ടപ്പെട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്നത് രക്തമായി മാറുകയും ആ രക്തത്തിൽ നിന്നൊരു പങ്ക് ശുക്ലമായി മാറുകയും ചെയ്താൽ ആ ശുക്ലത്തിന്റെ ശേഖരണം, അതിന്റെ ജാഗരണം, അതിനെ നമ്മൾ കാത്തു സൂക്ഷിച്ച് വെക്കുന്നതിന് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പ്രത്യേക രീതിയിൽ അകത്തിട്ട് പെനട്രേറ്റ് ചെയ്യിപ്പിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കുണ്ടലിനി ശക്തി ഉദ്ധാപനമോ അത് യൂസ് ചെയ്യാതിരുന്നാലും അതൊരു പൊട്ടൻഷ്യലായിട്ട് നിൽക്കും. അത് ഹോമിച്ചാലും അത് വേറൊരു തരത്തിൽ നമുക്ക് ആനന്ദമായിട്ട് തിരിച്ചു കിട്ടും. ഇത് നിന്നാലും നല്ലത് തന്നെ, അത് ഹോമിച്ചാലും നല്ലത് തന്നെ. നിൽക്കുന്നത് കൂടുതൽ നല്ലതാണെന്ന് കേട്ടിരിക്കുന്നു. അമിത വ്യയം ശരീരത്തിന് നല്ലതല്ല തന്നെ. അതുകൊണ്ട് ചെറിയ കുട്ടികൾ ബ്രഹ്മചര്യം പാലിക്കുക എന്ന് പറയുമ്പോൾ സ്വയംഭോഗത്തിൽ ഏർപ്പെടുക എന്നത് തെറ്റാണെന്ന് വിചാരിക്കേണ്ടി വരിക. കാരണം അവരുടെ 14 വയസ്സ് വരെയുള്ള കാലം അവര് ശുക്ലത്തിനെ വേർപെടുത്താതെ പിടിച്ചു നിർത്തിയാൽ അവർക്ക് അതിയായ മേധോശക്തി ഉണ്ടാവും, മേധസ്സുണ്ടാവും. ദുഷിച്ച മേധസ്സല്ല, അവരുടെ മേധാശക്തി, ബുദ്ധിശക്തി, വൈഭവം പൂർണ്ണമായിട്ട് ജ്വലിച്ചു നിൽക്കും. അതുകൊണ്ട് അവരോട് ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു. സന്യാസി എന്ന് പറഞ്ഞാൽ തന്റേതനെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് താൻ അല്ലാണ്ടായി തീർന്നു. എന്നിട്ട് താൻ ഇനി ജീവിക്കുന്നത് ആത്മനോ മോക്ഷായ ജഗത്ഹിതായ ച, എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ നിന്നും ആ ജീവിതം കൊണ്ട് ലോകത്തിന് ഹിതത്തിനായിക്കൊണ്ടും മാത്രം ജീവിക്കുന്ന ഒരു സാത്വിക
ജീവിതമാണ് സന്യാസി എന്ന് പറഞ്ഞാൽ. ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോ വേറൊരു അർത്ഥം വന്നു. സന്യാസത്തിന് പഠിക്കുന്ന ആള് ബ്രഹ്മചാരിയാണ്. നിർമ്മല നമ്മുടെ സന്ദീപ് ചൈതന്യ ഉണ്ടായിരുന്നില്ലേ, ചൈതന്യ ആയിരിക്കുമ്പോൾ അത് ബ്രഹ്മചാരിയാണ്. ആ ഓരോരോ ആശ്രമങ്ങളിലും സന്യാസത്തിന് പഠിക്കുകയോ അല്ലെങ്കിൽ വേദം പഠിക്കാൻ കൂടുകയോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കാൻ കൂടി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, ചെറിയ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടില്ല, അവർക്കും ഒരു പേരാണ് ബ്രഹ്മചാരി. ഇനി അത് ഋഷി അല്ല. ഋഷി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളാണ്. അത് സന്യാസിക്കണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഗൃഹസ്ഥനായിരിക്കും, പിന്നെ ഋഷിയാവുക. ഇനി മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി, മിണ്ടാണ്ട് നടക്കേണ്ട ആളാണ്. മുനിയുടെ പരിപാടി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുക, എവിടെയെങ്കിലും ഇരുന്ന് ധ്യാനിക്കുകയോ മന്ത്രിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് സാമൂഹ്യ പ്രവർത്തകൻ ആയിരിക്കണം എന്നില്ല. ഇനിയോ സന്യാസി പല ആശ്രമങ്ങളിലും നമ്മൾ പല പേരുകളിലുള്ള പല സ്വാമിമാരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചിന്മയാമിഷന്റെ സ്വാമി ചിന്മയാനന്ദനായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് തപോവനം എന്നായിരുന്നു. വനം, ഗിരി, പുരി, ആനന്ദൻ, സരസ്വതി എന്നൊക്കെ പേര് അവസാനിക്കുന്ന തരം സന്യാസിമാരെ നമുക്ക് കാണാൻ പറ്റും. പൂർണ്ണാമൃതാനന്ദ പുരി, നിർമ്മലാനന്ദ ഗിരി, പുരുഷോത്തമ ആനന്ദ നമ്മുടെ മുമ്പിലിരിക്കുന്നു. അങ്ങനെ 10 തരത്തിലുള്ള പേര് സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി ദശനാമി സമ്പ്രദായം എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ആ 10 അതിന് ഓരോരുത്തർക്കും ഉപാസന വരിക, അവരുടെ ഉപാസനകൾ വരിക. ചിലവർ യജുർവേദി സമ്പ്രദായത്തിലായിരിക്കും, അഥർവവേദി സമ്പ്രദായത്തിലായിരിക്കും, സാമവേദി സമ്പ്രദായത്തിലായിരിക്കും, യജുർവേദ സമ്പ്രദായത്തിലായിരിക്കും, ഋഗ്വേദ സമ്പ്രദായത്തിലായിരിക്കും. അതിനെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട് 10 എണ്ണത്തിന്. എനിക്കിപ്പോൾ പറയാൻ ഓർമ്മയില്ല.